ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠം സപ്ന കേസ് ദിൻ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഹിന്ദി ഫസ്റ്റിലെ എല്ലാ പാഠങ്ങളും അതുമാതിരി തന്നെ പോയങ്ങളും പിന്നെ നമുക്ക് പോർഷൻസിനുള്ള എല്ലാ ഗ്രാമറും നിങ്ങൾക്ക് ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ നല്ല പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പഠിക്കാത്തവരാണെങ്കിൽ നല്ല പോലെ ഇപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതാണെങ്കിൽ വലിയൊരു പാഠം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ പറയാമെന്നാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോറി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. सपने के से दिन मेरे साथ खेलने वाले सभी बच्चों के हाथ एक सा होता, नंगे पाँव, फटी मैली सी कच्ची और टूटे बढ़ने वाले कई जगह से फटे कूदते और बिखरे बाल जब लकड़ी के डर पर चढ़कर खेलते, नीचे के भागते तो गिरकर कहीं तो जाने कहाँ चोट का लेते और पहलेते फट्टी पुराने कुत्ते तार हो ജാത്തെ. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചെങ്കിൽ മേരെ സാത്ത് കേൾനെ വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പാഠം എടുക്കുന്ന, അതായത് ഈ ലേഖകൻ. അപ്പോൾ ഈ ലേഖകനെ മെയിൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ പൊതുവെ തന്നെ അവിടെയുള്ള ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഈ നാട്ടിലുള്ള കുട്ടികളല്ല, അവർ വിദേശത്തു നിന്നൊക്കെ വന്ന് ജോലിക്കൊക്കെ വേണ്ടി വരുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ നമ്മുടെ ലേഖകനും കൂടി കളിക്കാൻ ഇറങ്ങാം. അപ്പം കളിക്കാൻ ഇറങ്ങാൻ നേരത്ത് ഈ മരങ്ങൾ മേലെ കയറുക, എന്നിട്ട് അതുമൊന്ന് സ്ലൈഡിങ് മാതിരി താഴത്തേക്ക് ഉരിഞ്ഞിറങ്ങുക. പിന്നെ അതേമാതിരി ഇതിൻ്റെ മേലെ എന്താ പറയുക, പൊടിയും പടലും ഒക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക. അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. बोले पर कई जगह से जिन्हें पाव पिंडलियां या लहू के ऊपर जमी रेत मिट्टी से लथपथ घुटने लेकर जाते तो सभी की माँ बहनें उन पर तरस खाने की जगह और पिटाई करती. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂലം പറഞ്ഞാൽ ഭയങ്കര പൊടി പറപ്പിക്കുക. കുട്ടികളിങ്ങനെ ആ മണ്ണിലൊക്കെ ഓടി നടന്നു പിടിച്ച് പൊടിയൊക്കെ പറത്തി പിന്നെ അവരുടെ ബട്ടണെല്ലാം പൊട്ടിച്ച്, ഷർട്ടിൻ്റെ ബട്ടണെല്ലാം പൊട്ടിച്ചിട്ടൊക്കെയാണ് കുട്ടികൾ വീട്ടിലേക്ക് വന്ന് കയറുക. പിണ്ടലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പിണ്ടലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കാലിൻ്റെയൊക്കെ തോലി പോയി, അതായത് മാംസം, അതായത് തോലി പോയിട്ട് ചോര വരില്ല, അങ്ങനെ. ലഹു എന്ന് പറഞ്ഞാൽ ചോര. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ പൊട്ടി ചോരയൊലിച്ച് കുട്ടികൾ വന്ന് കയറുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിന്ന് നല്ല ചീത്തയാണ്. അതായത് പിട്ടായി എന്ന് പറഞ്ഞാൽ അടിയും കിട്ടും, പൂനി എന്ന് പറഞ്ഞാൽ ചീത്തയും കിട്ടും, നല്ല ചീത്തയും കിട്ടും. എന്നാൽ ഇവരെന്ത് ചെയ്യും? വീണ്ടും ഇവർ തന്നെ കളിക്കാനായിട്ട് പോകും. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിലോ ചോട്ടേ ബച്ചയ്ക്ക് നാക്ക് മൂസേ ലഘു ബഗൻ ലഗാഹെ, അതായത് കംപ്ലീറ്റ് മൂക്കും അതുമാതിരി തന്നെ മൂക്കും ഒക്കെ പൊട്ടി ചോര ഒഴുക്കിയിട്ടാണ് ഈ കുട്ടികളൊക്കെ വന്നു കയറാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഇത് പ്രത്യേകത നമുക്ക് നോക്കാം. അതായത് स्कूल ने अध्यापक बनने के लिए एक ट्रेनिंग करने गया और वहाँ बाल मनोविज्ञान के विषय पढ़ा. ऐसी बातों के बारे में तभी जान पाया कि बच्चों को खेलना क्यों इतना अच्छा लगता है कि बुरी तरह पिटाई होने पर भी फिर खेलने चले आते हैं. അതായത് ഈ മനോവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി പോകണ നേരമായതുകൊണ്ട് കുട്ടികളൊക്കെ കളിക്കാൻ പോകും. അപ്പോൾ ഈ കുട്ടികൾക്ക് അത് തന്നെ ആരെയും പേടിയില്ല. വീണ്ടും എത്ര ചീത്ത അച്ഛനും അമ്മയും പറഞ്ഞാലും ശരി ഈ കുട്ടികളെ കളിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ലേഖകനും അവർ കുറച്ച് കൂട്ടുകാരെല്ലാ പിള്ളേരും കൂടി സ്കൂളിലേക്ക് പോയി മരുമഴിയിൽ കളിച്ച് ബട്ടണെല്ലാം പൊട്ടിച്ച് പൊടി പറത്തി ചെളിയാക്കി കയ്യും കാലും ഒക്കെ പൊട്ടിച്ച് ചോര ഒഴുകിയിട്ടാണ് ഈ കുട്ടികൾ വരിക. അതുമാത്രം നമുക്കിപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. नेक्स्ट पैराग्राफ में होगा, मेरे साथ खेलने वाले अधिकतर साथी हमारे जैसे ही परिवारों के हुआ करते. सारे मोहल्ले का बहुत परिवार ले हमारे तरह आसपास के गांवों से ही आकर बसे थे. 2-3 घर साथ की उंजड़ी सी गली में रहने वाले लोगों के थे.
അപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ പറഞ്ഞു ഈ ഓരോരോ കുറച്ച് ഫാമിലികളുണ്ടാവും. അതായത് ഇവർ നമ്മൾ പറഞ്ഞു അവർ മെയിൻ എന്തിനു വേണ്ടിയിട്ട് വരികയെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് അവർ ഈ വേറെ ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് അടുത്ത് ഒരു ചെറിയ ടെൻറ്റുകളൊക്കെ പോലെ കെട്ടിയിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവരെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഈ കുട്ടികൾക്കാണെങ്കിൽ പഠായി മേ രുചി നാ ഹോനെ കാ കാരണം किसी दिन बास्त तालाब में फेंक आए और फिर स्कूल गए ही नहीं, न ही माँ बाप ने जबरदस्ती भेजा. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കുട്ടികളോട് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞാലും കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയും റിയലി പഠിക്കാത്തവരാണ്. അപ്പോൾ അവരൊക്കെ ഈ കൃഷിപ്പണിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാപാരത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ കുട്ടികൾക്കും അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുളത്തിലേക്കൊക്കെ പോയി ചാടി കളിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റാണ് ഈ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നോക്കാം നമുക്ക്. തോടാ ബെഡാമോ ജായേത്തോ പണ്ട് ചാബർമാസ് ദാസ് സെ ലണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബുക്സ്, അതായത് പഠിക്കാനുള്ള ബുക്സിനെയാണ് പറയുക ലണ്ടി. അതുമാതിരി തന്നെ പൺവാക്ക ദുഃഖൻ പൺ ബഹിയ ലിഖിനെ ലേഖാൻ ലേഖി. അപ്പോൾ ഇവർക്ക് കുട്ടികൾക്കൊന്നും പഠിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്ന്. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോൾ, അതായത് കുറച്ചും കൂടി ഒരു വയസ്സാകുമ്പോൾ, ചെറിയ കുഞ്ഞുങ്ങളല്ല ഇത്തിരി കൂടി വയസ്സാകുമ്പോഴാണ് അവർക്ക് ഈ റേഷൻ കടയിലേക്കൊക്കെ പോകുമ്പോഴും അവർക്ക് കണക്കും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവർക്ക് പഠിക്കാനുള്ള സ്വയം അവർക്ക് ബുദ്ധി തോന്നുന്നത്. അതുവരെ അവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. हमारे अंदर से अधिक साथी राजस्थान था हरियाणा से आकर मंडी में व्यापार दुकानदारी करते आए परिवारों से थे. जब बहुत छोटे थे तो उनकी बोली कम समझ पाते. उनके कुछ शब्द सुनकर हमें हंसी आने लगती, परंतु कहते तो सभी एक दूसरे की बात खूब अच्छी तरह समझ लेते. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കുറേ അവർ അവിടെ നിന്നുള്ള നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി വന്നിട്ടുള്ള ചെറിയ കടകളൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുമാതിരി തന്നെ കൃഷിയാണെങ്കിൽ കൃഷിയും വ്യാപാരമാണെങ്കിൽ വ്യാപാരത്തിലും ഇരിക്കുന്ന കടക്കാരൊക്കെയാണ് ഇവർ. അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞു പഠിക്കാനായിട്ട് ഇവർക്കൊന്നും വലിയ അറിവില്ലാത്തത് കൊണ്ട് ഈ കുട്ടികൾക്കും അറിവില്ല. മാത്രമല്ല അവർക്ക് സംസാരത്തിൻ്റെ നമ്മൾ സംസാരിക്കേണ്ടത് അവർക്കും മനസ്സിലാവില്ല, അവർ സംസാരിക്കേണ്ടത് ഈ കുട്ടികൾക്കും മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ കുറച്ചൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് കുട്ടികളൊക്കെ ചിരിക്കുക. അത്രയ്ക്ക് മാത്രമേ ഇവർക്ക് അറിവുള്ളൂ അവരെക്കുറിച്ച്. ओके. अब നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. बचपन में घास अधिक हरी और फूलों की सुगंध अधिक मनमोहन लगती है. यह शब्द शायद आदि शक्ति पहले किसी पुस्तक में पढ़े थे, परंतु आज तक याद रखने के कारण यही है कि वह वाक्य बचपन की ഭാവനാവോ സോച്ച് സമഞ്ചിക്ക് അനുകൂൽ होगा. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര നേരം നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് കുട്ടികൾ ലേഖകൻ്റെ കൂടെ വരുന്നതും കളിക്കുന്നത് അവരെങ്ങനെയുള്ള കുട്ടികളാണ്, അവരെന്തിനാണ് വന്നിരിക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുൻപ് പഠിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ലേഖകൻ ഓർക്കുന്നത് ലേഖകൻ്റെ ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. അപ്പോൾ ലേഖകൻ്റെ കുട്ടിക്കാലത്ത് ലേഖകൻ ഓർക്കുകയാണ്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഓർക്കുന്നത്. പക്ഷേ മറ്റു കുട്ടികളൊക്കെ നമ്മൾ ജയിലിൽ പോണ പോലെയാണ്. കാരണം കുട്ടികൾക്ക് ഇഷ്ടമല്ല പഠിക്കാൻ അല്ലേ. അപ്പോൾ ജയിലിൽ പോണ പോലെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലേഖകൻ്റെ പണ്ടത്തെ കാലം ലേഖകന് ഓർത്ത് പറയാം. अदायद उन दिनों स्कूल की छोटी क्यारियों में फूल भी कई तरह के उगाए जाते थे। जिनमें गुलाब, गेंदा और मोतियों की दूध से सफ़ेद कलियाँ भी हुआ करती हैं। ये कलियाँ इतनी सुंदर और गुलाबदार होती थी कि हम चंदू चपड़ासी में देख बचकर कभी कभार एक दो तोड़ लिया करते। അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ലേഖകൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ലേഖകൻ്റെ ഓർമ്മ ലേഖകൻ സ്കൂളിൽ പോകുമ്പോൾ രണ്ട് ഭാഗം നല്ല മരങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇലകൾ
ചെടികളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ സ്കൂളായിരിക്കും. സ്കൂളിൻ്റെ മുന്നിൽ ഗാർഡനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗാർഡനിൽ പലതരത്തിലെ പൂക്കൾ, അതായത് റോസാപ്പൂവും ചെട്ടിപ്പൂവും അതുമാതിരി തന്നെ വെളുത്ത മുട്ടുകളുള്ള പൂക്കളും അങ്ങനെ ഇഷ്ടപ്രകാരം നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ ഇഷ്ടപ്രകാരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്, ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്, ലേഖകന്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, 2-3 എണ്ണമൊക്കെ തോടെന്ന് പറഞ്ഞാൽ എന്താണ് പറിക്കുക. അതൊക്കെ വെറുതെ പോകുമ്പോൾ 2-3 പറിച്ച് അദ്ദേഹം എന്ത് ചെയ്യും നോക്കാം നമുക്ക്. അതായത് शायद जब मैं ढाल लेते माम उसे दोनों के समय निकाल कर बाहर फेंक देती था. हम ये स्कूल से बाहर आते उन्हें बकरी के मेमनों की भांति ഛായ കർത്താൻ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മുട്ടുകളോ അല്ലെങ്കിൽ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് ജേബ് എന്ന് പറഞ്ഞാൽ എന്താണ് പോക്കറ്റിലിടും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഷർട്ടൊക്കെ അവിടെ ഊരിയിടുമല്ലോ കുട്ടികൾ, സ്കൂൾ വിട്ട് വന്ന് അതൊക്കെ ഊരിയിടും. പക്ഷേ വീട്ടിൽ അമ്മക്ക് തുണി വാഷ് ചെയ്യാനൊക്കെ എടുക്കണം നേരത്ത് ഇതിൽ നിന്ന് പോക്കറ്റൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് പൂവൊക്കെ കിട്ടുമ്പോൾ അത് പുറത്തേക്ക് വലിച്ചെറിയും. അപ്പോൾ അത് ആടുകൾ അവിടെ പുറത്തുള്ള ആടുകൾ അത് നോക്കി തുറച്ചു നോക്കിയിട്ടുണ്ട്, അതെടുത്ത് തിന്നുന്ന പറയണേ. അപ്പോൾ അത് ഒരു ചെറിയൊരു ഇതിലുമാതിരി അവിടെ പറയണ നമ്മുടെ ലേഖകൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലായോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഈ പാരഗ്രാഫിൽ നമുക്ക് എന്താണ് ലേഖകൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മെയിൻ ഈ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് പോകുന്നതും ഗാർഡനും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിശദീകരണമാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. तब स्कूल में शुरू साल में 1-1.5 महीने पढ़ाई हुआ करती, फिर 1.5-2 महीने की छुट्टियाँ शुरू हो जाया करती. अब तक तो जो बात अच्छी तरह याद है वह छुट्टियों को पहले और आखिरी दिनों का फर्क था. पहले 2-3 सप्ताह तो खूब खेल कूद हुआ करते. हर साल ही माम के साथ ननिहाल चले जाते. वहाँ नानी खूब दूध दही मक्खन അതുപോലെ തന്നെ खिलाती, बहुत प्यार करती. छोटा सा पिछड़ा गाँव था, परंतु तालाब हमारी मंडी के तालाब जितने ही बड़ा था. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഇനി കുട്ടിക്കാലത്തിൻ്റെ ഈ ലേഖകൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അടുത്ത ഓർമ്മകളാണ്. അടുത്ത ഓർമ്മകൾ എന്താണ്, സ്കൂള് ഇനി അടയ്ക്കാനായിട്ട് ഇത്തിരി ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് സ്കൂള് അടയ്ക്കും. അപ്പോൾ സ്കൂള് അടയ്ക്കുമ്പോഴുള്ള ആ ഒഴിവ് കാലത്തിൻ്റെ നമുക്ക് 2 മാസം വെക്കേഷനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ വെക്കേഷൻ ടൈമിനെ കുറിച്ചിട്ട് അദ്ദേഹം ഓർക്കാണ് എന്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലേഖകനും ലേഖകൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അവരുടെ നാട്ടിൽ അവരുടെ അമ്മമാരുടെ വീട്ടിൽ, നാനി എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകും. അപ്പോൾ അവിടേക്കാണെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ഗാർഡനായാലും ശരി, പശുക്കളായാലും ശരി, ആടുകളായാലും ശരി, കൃഷിയും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലവും നമ്മളെപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കണക്കിന് അങ്ങനെ തന്നെ അതുമാതിരി തന്നെ അവരുടെ നാട്ടിലും അതുമാതിരി തന്നെ നല്ല ഒരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇഷ്ടം പ്രകാരം നല്ല നല്ല പാലും നല്ല തൈരും വെണ്ണ അതൊക്കെ കിട്ടും ഈ കുട്ടിക്ക്. അപ്പോൾ അതൊക്കെ ഭയങ്കര പിയാർക്കത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ പോകുമ്പോഴുള്ള അവിടുത്തെ ഭക്ഷണം അതൊക്കെ ഇഷ്ടം മാത്രമല്ല, അവിടെ കുളമുണ്ട്, വലിയ കുളമാണ്. അപ്പോൾ അവിടേക്ക് പോവുക, ചാടുക, കളിക്കുക, അങ്ങനെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. जिस साल नानीगाल न जा पाते हैं उसे साल भी में अपने घर में थोड़ा बाहर तालाब पर चले जाते, कपड़े उधर पानी में कूद जाते और कुछ समय या बातें हुई एक रेतीले टीले पर जाकर रेत के ऊपर लड़ना लगाते हैं. അപ്പോൾ ഫസ്റ്റൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുളത്തിൽ പോയൊക്കെ ചാടാൻ കാണാം. അപ്പോൾ ഒന്നും അധികമൊന്നും അങ്ങനെ ഇല്ലാത്ത ആർട്ടിഫിഷ്യലായിട്ടുള്ള കുളങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ചാടാനും കളിക്കാനും ഒക്കെ. ഇനി याद नहीं कि ऐसे 5-10 बार करते हैं या 15-20 बार कई बार तालाब में कूद कर ऐसा हाथ पाँव हिलाने लगते हैं जैसा बहुत अच्छे ധൈര്യമാക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ മേലെ സൈഡിലൊക്കെ വലിയ കുറച്ചുകൂടി കുന്നുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ മൗണ്ടെയിൻ പോലെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നേരെ കയറുക, എന്നിട്ട് കൂതെന്ന് പറഞ്ഞാൽ എന്താണ് ചാടുക, എന്നിട്ട് എങ്ങോട്ട് ചാടുക, ഈ വെള്ളത്തിലേക്ക് ചാടുക. ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പുഴകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാലുണ്ടാവും, ആ പാലത്തിൽ നിന്ന് കുട്ടികൾ ചാടണ കാണാം. എങ്ങോട്ട് പാലത്തുമ്പോൾ കയറിയിട്ട് നേരെ പുഴയിലേക്ക് ചാടണ കാണാം അല്ലേ. അതേപോലെ തന്നെ ഈ മൗണ്ടൻസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുന്നുകളുടെ മേലെ നിന്ന് ഈ കുളത്തിലേക്ക് കുട്ടികൾ ചാടുക. അപ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ 5-10 പ്രാവശ്യമായിട്ടും നിർത്തും. പക്ഷേ കുറേ കുട്ടികൾ എന്ത് ചെയ്യുക, 10-12 പ്രാവശ്യമായിട്ടും അവർ 20 പ്രാവശ്യമായിട്ട് പോലും അവർ വെള്ളത്തിലേക്ക് ചാടി മറിഞ്ഞ് നടക്കും. അങ്ങനെ ഈ കുട്ടികളുടെ പരിപാടി. പക്ഷെ അത് നല്ല രസകരമായിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചളിയിലൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ചളിയിലൊക്കെ ചവിട്ടി കയറി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും.
फिर चुटिया बितने 2 दिन गिनने लगते। प्रत्येक दिन डर बढ़ता चला जाते। खेल कूद और तालाब में नहाना भी भूलने लगता। मास्टरों ने जो छुट्टियों में खत्ते लिखिया में काम दिया होता उसका हिसाब लिखने लगते। जैसे हिसाब के मास्टर जी तो 100 से कम सवाल कभी न बताते। मन में से हिसाब लिखते कि याद 10 सवाल रोज निकाले तो 20 दिन में पूरे हो जाएगा. അപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ കളിക്കാനുള്ള കളിയും ഭക്ഷണ സാധനങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് അവർ ഓർമ്മകളിൽ അല്ലേ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ കഴിയും തോറും കുറച്ചൊക്കെ കഴിയും തോറും നമ്മളുടെ ഈ കാലത്തിൻ്റെ അതായത് കളിക്കുന്ന കുളം അങ്ങനെയുള്ള കാര്യങ്ങളുടെ കളികളും മറന്നു പോകും അല്ലേ. അങ്ങനെ മറന്നു പോവാണ്. പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ ദിവസങ്ങളും പിന്നിടുമ്പോൾ അതായത് ഓരോ ദിവസങ്ങളും നീങ്ങി പോകുമ്പോൾ അവർക്ക് ജോലികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ജോലി അവർക്ക് കൊടുക്കുന്ന ജോലികൾ? ഹോംവർക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കളി മാറും അല്ലേ. ഉസ്താ ഹിസാബ് ലേഖനം ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബുക്ക് പുസ്തകങ്ങളാണ്. कि मास्टर ने जो कम सवाल कभी नहीं बनाते मन ये हिसाब लगते कि यदि 10 सवाल റോസ് നികാലെ മേ 20 दिन में पूरे हो जाएगा. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അവർ ഹോംവർക്കെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോലികളൊക്കെ ചെയ്തില്ലെങ്കിൽ അതിന് നല്ല ചീത്ത കേൾക്കും. അപ്പോൾ जब ऐसा सोचता शुरू करते को छुट्टियां का 1 महीने बाकी हुआ करता एक दिन गिनते 10 दिन खेल कूद में और बीता जाते स्कूल में पिटाई का घर और बढ़ने लगा था. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ആലോചിക്കാതെ ഇപ്പോൾ സമയങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുക. ഇനി ഒരു മാസം ബാക്കിയുള്ളൂ, പിന്നെ 30 പിന്നെ ഒരു 10 ദിവസം ബാക്കിയുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അവർക്ക് പേടി വരിക. പിട്ടായി എന്ന് പറഞ്ഞാൽ മാഷത്തെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ള ഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം. അപ്പോൾ അവർക്ക് പേടി കിടക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴിവ് സമയങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഈ ഹോംവർക്കൊന്നും അവർക്ക് എഴുതാൻ പറ്റുന്നില്ല. അവർ എഴുതിയിട്ടില്ല. ऐसा महसूस होते हैं सूरज भागकर दोपहरी में वो छिप जाता हो. जैसे दिन छोटे होने लगने स्कूल का बड़े बढ़ने लगता. हमारे कितने ही सहपाठी ऐसे भी होते तो छुट्टियों का काम करते कि बजाय मास्टरों की पिटाई अधिक सस्ता फायदा समझते. हमसे पिटाई में बहुत डरा करता उन बगादारी की बातें सोचने लगते. ऐसे समय हमारे सबसे बड़े नेता ഓം ഹോവാ കർത്താം. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മൾ സൂര്യൻ ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിക്കുക, അതായത് പിന്നിൽ ഒളിക്കുക, അതായത് അസ്തമിക്കുക. സൂര്യൻ അസ്തമിക്കുന്ന വരേക്കും ഉള്ള കളികൾ തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസങ്ങൾ വിത്തിന എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴിഞ്ഞു വീഴുക. ഓരോ ദിവസം കഴിയും തോറും ആ കുട്ടികൾക്ക് പേടി കൂടി വന്നു സ്കൂളിൽ പോയായിട്ട്. ഇപ്പോൾ സസ്ത സായുധ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രോബ്ലം ഇല്ല, നോ പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്യാനും സ്കൂളിൽ പോയി നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ബട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയാനുള്ള പേടി കുട്ടികൾക്കുണ്ടായിരുന്നു. हम सभी उसके बारे में सोचते कि हमारे उस जैसा होना कभी भी उस जैसा दूसरा लड़का नहीं ड्यूटे पाते थे. उसके बातें गालियाँ और पिटाई का ढंगे तो अलग था ही. उसकी शक्ल सूल भी सबसे अलग थी. हमने जितना बड़े सिर उनके डिगना 4 बालिश के शरीर पर ऐसे लगते जैसे बिल्ली के बच्चे के माथे पर तरबूज रखा हो. इतने बड़े सिर में नारियल की सी आंखें वाला बहादुरियों को बच्चे जैसे चेहरे और अजब लगता है. लड़ाई व हाथ पाव नहीं जिस सिर से किया करता. അപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഒരു നേതാവുണ്ട്, അതായത് ഒരു വില്ലൻ്റെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാരിയൽ പോലുള്ള കണ്ണുകളും അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ കാണുമ്പോൾ പേടിയും കുരങ്ങിൻ്റെ പോലെ വാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ നേതാവിനെ കുറിച്ച് ചോട്ടാ നേതാവിനെ കുറിച്ച് കുറച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ചോട്ടാ നേതാവ് അവനെ ഈ കുരങ്ങിൻ്റെ പോലെയാണ്, കയ്യും കാലും ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാം ആക്രമിക്കും. അപ്പോൾ അവനെക്കുറിച്ചുള്ള അവനെ കണ്ടാൽ തന്നെ ആ കുട്ടികൾക്കെല്ലാം ഭയങ്കര പേടിയും. അപ്പോൾ അങ്ങനെയുള്ള നേതാവിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. हमारा स्कूल बहुत छोटा था. केवल छोटे नो कमरे थे जो अंग्रेजी के अक्षर एच की बातें बने थे.
दाई और पहले कमर हेडमास्टर श्री मदन मोहन शर्मा जी का था, जिसके दरवाजे में आगे हमेशा जिनकी लड़की रहती। स्कूल की प्रेयर के समय में बाहर आते और सीधी कतरम से गंद के अनुसार गड़े लड़के के देखे उसके गहरा चेहरा खिला उठा सारे आंसू की लड़कों को तरह ही कतार बांध कर उसके पीछे गड़ा होते। അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ സ്കൂൾ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അസംബ്ലി ഉണ്ടാവും. അപ്പോൾ ഈ അസംബ്ലിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ലൈനായിട്ട് നോക്കും. അപ്പോൾ കത്രയെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സ്ട്രെയിറ്റ്, അതായത് നേരെ. പിന്നെ അതുമാതിരി തന്നെ ഗഡയെന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പോൾ നമ്മളെന്താ പറയുക, അസംബ്ലി ടൈം ആയി കഴിഞ്ഞാൽ നമ്മളെന്താവും, ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് അസംബ്ലിക്ക് ടൈമായാൽ പെട്ടെന്ന് എല്ലാ കുട്ടികളും പോകും. അതുമാതിരി തന്നെ എല്ലാ കുട്ടികളും പോയി ലൈനായിട്ട് കത്രയെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ കറക്റ്റായി നിൽക്കാൻ മാത്രം കൈയെല്ലാം ബാക്കിൽ കെട്ടി, പീച്ചെന്ന് പറഞ്ഞാൽ ബാക്കിൽ, ബാന്ത് എന്ന് പറഞ്ഞാൽ എന്താ കെട്ടുക, കൈയെല്ലാം ബാക്കിൽ കെട്ടി സ്ട്രെയിറ്റ് ലൈനിൽ ആ കുട്ടികളൊക്കെ ക്ലിയർ ആയിട്ട് നിന്നു. सारे अध्यापक लड़कों के तरह कतार बांधकर उनके पीछे खड़े होते। केवल मास्टर प्रथम चंद्र पीटी लड़कों के कतार के पीछे खड़े देखते थे कि कौन सा लड़का कतार में टिक नहीं खड़ा. അപ്പോൾ ഇത് പി ടി മാസ്റ്ററാണ് പ്രഥം ചന്ദ്ര. അപ്പോൾ പ്രഥം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ പേരെന്താണെന്ന് പറയും, മദൻ മോഹൻ എന്നാണ്, മദൻ മോഹൻ ശർമ്മ. അപ്പോൾ നമുക്കിവിടെ പി ടി മാസ്റ്റർ പ്രഥം ചന്ദ്. അപ്പോൾ ഈ പ്രഥം ചന്ദ് എന്താണെന്ന് വെച്ചെങ്കിൽ വന്നിട്ട് നോക്കുകയാണ് ഏത് കുട്ടികളൊക്കെയാണ് ശരിക്കും നിൽക്കാത്തതെന്നൊക്കെ നോക്കുക. അപ്പോൾ ഓരോ കുട്ടികളും എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് നിൽക്കുകയാണ്. കാരണം അതായത് ഉൻകി तदा टूटी के बाई में हम सभी कतार के पगले और आखिरी लड़के की ध्यान रखते सीधे कतार में बने रहने का प्रयत्न करते. ശരിക്കും നിൽക്കാത്തവർ കൂടിയിട്ട് കറക്റ്റായിട്ട് നിൽക്കുക അതിനുള്ള പ്രയത്നിക്കുകയാണ് അവർ. കാരണം എന്താണ്, പി ടി മാസ്റ്ററിന് അത്രയ്ക്കും പേടിയാണ്. അപ്പോൾ ക്ലിയറായിട്ട് നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനായിട്ട് നിൽക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ ശർമ്മ ഹെഡ് മാസ്റ്റർ പറയാം, ഹെഡ് മാസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിലേക്ക് മാർച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ ഉണ്ട് അല്ലേ. കുട്ടികൾക്കൊരു പേടിയുള്ള, കാരണം കുട്ടികൾ തന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വയം തന്നെ കുട്ടികളൊക്കെ നിന്നോളും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. परंतु हेडमास्टर शर्मा जी उसके बिल्कुल उल्टा स्वभाव के थे. वह 5वीं और 8वीं श्रेणी के अंग्रेजों स्वयं पढ़ाया करते थे. हमारे में से किसी को भी याद न ताकि 5वीं श्रेणी में कभी भी उन्हें किसी गलती के कारण किसी की चमड़ी उड़ते देखा या सुनो. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡ് മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പി ടി മാസ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഉൾട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആരുടെ, നമ്മുടെ ഈ ഹെഡ് മാസ്റ്ററിൻ്റെ. ഭയങ്കര ശാന്തശീലനായിട്ടുള്ള ഒരു പേഴ്സണാണ് അദ്ദേഹം. 5ാം ക്ലാസ്സുകാർക്കും 8ാം ക്ലാസ്സുകാർക്കും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് മാഷ്മാരുടെ ക്യാരക്ടറിൽ കിട്ടി, അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നെല്ലാം നമുക്ക് കിട്ടി. ഇനി परंतु तब भी स्कूल हमारे लिए ऐसी जगह न थी जगह खुशी भाड़े जाए पगने. कच्ची श्रेणी से लेकर 4वीं श्रेणी तक केवल 5-7 लड़कों को छोड़ हम सभी रोती चिल्लाते स्कूल जाया करती. അപ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേ 4-5 വയസ്സുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും സ്കൂളിൽ 4-5 ക്ലാസ് വരെയ്ക്ക് കുട്ടികളൊക്കെ കരഞ്ഞ് വിളിച്ചിട്ടാണ് സ്കൂളിൽ പോകണത്. കുറച്ച് കുട്ടികൾ മാത്രം, കാരണം മടിയായിട്ട് മാത്രമല്ല മാഷിനെ കുറിച്ച് പേടിയായിട്ടും കുട്ടികളൊക്കെ കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. परंतु कभी कभी ऐसी सभी स्थितियों के रहते स्कूल अच्छी भी लगने लगता. जब स्काउटिंग का अभ्यास करवाते समय पीटी साहब नीली पीली झंडियाँ हाथ में पकड़कर 1 2 3 कहते हैं. झंडियाँ ऊपर नीचे दाएं बाएं करवाते तो हवा भी लग जाती. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചെങ്കിൽ, അപ്പോൾ സ്കൗട്ടിങ് പീരീഡ് ആകുമ്പോഴേക്കും നമ്മൾ ഡ്രിൽ പീരീഡ് ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ വരും. അങ്ങനെ ഡ്രില്ല് പി ടി മാസ്റ്റർ വരും. പി ടി മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പി ടി മാസ്റ്ററിൽ കൊടികളൊക്കെ ഉണ്ടാവും, നീലയും പീലിയും പല കളറിലുള്ള കൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 1 2 3 എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ചിട്ട് കൊടികൾ ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ ചെയ്യും. പക്ഷെ അത് കാണാൻ മാത്രം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്കൗട്ടിങ് പീരീഡ് മാത്രം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫട്ഫടാത്തി ജെഡിയോ के साथ काकी वर्दियों तथा गले में ദോരങ്ങെ അതുമാതിരി തന്നെ റുമാൽ ലഡ്കായെ അഭ്യാസ് ചെയ്യാൻ കത്തി. അപ്പോൾ ഈ കുട്ടികൾ അതുമാതിരി തന്നെ ഈ കൊടികളൊക്കെ പിടിച്ച് താഴ്ത്തിയും അതുമാതിരി തന്നെ ഉയർത്തിയും ഒക്കെ ചെയ്യുകയും പിന്നെ അവരുടെ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് തലയിലൊക്കെ തൊപ്പി വെച്ചൊക്കെ ആക്കുമ്പോൾ അവർക്ക് എന്താ വിചാരം, അവരുടെ വിചാരം അവർ വലിയ ആൾക്കാരാണെന്ന വിചാരം, എന്താ പറയുക സൈനികരെ പോലെയൊക്കെയാണ് അവർ ചിന്തിക്കണം കേട്ടോ. അതേ ആ ഫീലിംഗ് ആണ് അവർക്കുള്ളത് ഓൾറെഡി. हम कोई गलती न करते तो अपनी चमकीली आँखें जल के
मैं चमकाते कहते शाबाश ബൈൽ ബിഗിൻ ആയിട്ട് 1 2 3 3 2 1 അപ്പോൾ ഇങ്ങനെ പറയും 1 2 3 3 2 1 എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളെല്ലാം എന്ത് ചെയ്യും ഇതേമാതിരി കൊടികളൊക്കെ താഴ്ത്തും ഉയർത്തും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തെറ്റിലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പി ടി മാസ്റ്റർ പറയുന്ന ശബാസ് എന്ന് പറയണം. അപ്പോൾ എന്താ ശബാസ് എന്ന് പറയാൻ കണക്ക് ക്ലീൻ ആയിട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ऐसे ही पेटी साहब के प्रति हमारे प्रेम की भावना जो जाती है वह ऐसा भी ही आकर रोत फाट करने वाला कोई अपना यदि साल भर के बाद एक शबाश कर दे तो चमत्कार से लगने लगता है. हमारे देश में कुछ ऐसी ഹൂവ കത്തി. അപ്പോൾ ഇങ്ങനെ ഈ ശബാസ് എന്ന് പറയുമ്പോൾ ശബാസ് എന്നൊക്കെ ആൾക്കാർ സ്വയം നമ്മൾ പറയും വെരി ഗുഡ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ഈ പി ടി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു ശബാസ് എന്ന് പറയുമ്പോൾ എൻകറേജ് ചെയ്യുക, അതായത് ഒരു പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത് ഭയങ്കര അതിശയമായി തോന്നാം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പി ടി മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാസ്റ്ററല്ലേ. അപ്പോൾ ആ മാസ്റ്റർ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ, नेक्स्ट पैराग्राफ നമുക്ക് നോക്കാം. हर वर्ष अगली श्रेणी में प्रवेश करता समय मुझे पुरानी पुस्तकें मिला करती. हमारे हेडमास्टर शर्मा जी एक लड़के को उसके घर जाकर पढ़ाया करते थे. वे धन्यवाद लिखे थे. सॉरी, वे धनाढ़ी लोग थे. धनाढ़िया, ओके, धनाढ़ी लोग थे. उनका लड़का मुझसे 1-2 साल बड़ा होता तो शर्मा जी उसकी 1 साल पुरानी पुस्तकें ले आते. हमारे घर में किसी को भी पढ़ाई से दिलचस्पी न थी. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ ബുക്ക് ഉണ്ടാവും അവരെ. അപ്പോൾ ആ പഴയ ബുക്കൊക്കെ കൈ പിടിച്ചിട്ട് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി വലിയ വീട്ടിൽ അല്ലെങ്കിൽ കാശുള്ള വീട്ടിലെ കുട്ടികളെയാണ് ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം കുറച്ച് പൈസയും കൂടി കട്ട് ചെയ്യാന്ന് പറഞ്ഞത് ചിലവാക്കാനായിട്ട് പറ്റിയ അവർക്കുള്ളൂ അല്ലേ. അപ്പോൾ പൈസ ഇല്ലാത്ത കുട്ടികൾക്കൊന്നും ട്യൂഷൻ എടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ട്യൂഷൻ എടുക്കാനൊക്കെ വരും. ഈ ലാഗിനൊക്കെ ആണെങ്കിൽ ഫസ്റ്റൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറച്ചൊക്കെ പഠിക്കാൻ മടിയുണ്ടെങ്കിലും നമുക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ്, ഒരു പ്രത്യേക വാസനയുണ്ടാവും. അപ്പോൾ നമുക്ക് വല്ല ആ സമയത്തെങ്കിലും ഒരു 2 ദിവസം പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ പൊതിയാനും പഠിക്കാനും സ്കൂളിൽ പോകാനും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അതുമാതിരി തന്നെ പഴയ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലേഖകം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുസ്തകമായാലും ശരി പഴയ പുസ്തകമായാലും ശരി അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ ഗന്ധമൊക്കെ കാണുമ്പോൾ ഒരു ആകെ മടിയാവുക ചെയ്യണേ. അപ്പോൾ പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. परंतु किसी भी नई श्रेणी में जाने का ऐसा छाव कभी भी महसूस नहीं हुआ जिसका जिक्र कुछ लड़के किया करते. अजीब बात थी कि मुझे नई कापियों और पुरानी पुस्तकों में ऐसी गंध आने लगती कि मन बहुत उदास होने लगता था. അപ്പോൾ നമ്മൾ പറഞ്ഞു പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൽ നോക്കാം. परंतु 2-3 साल ही वह होते जो कि छोटी श्रेणी में नहीं पढ़ाते थे. कुछ ऐसी भी भावना भी कि अधिक अध्यापक 1 साल में ऐसी अपेक्षा करने लगे थे कि जैसे हम नबल्स हो गए हो. ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറഫ് നമൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാനാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷം 3 വർഷം അപ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടൊന്നും നമ്മളാരും ഒരു വിദ്വാനൊന്നും ആവാൻ പോണില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചാൽ മതി. ഇതൊക്കെ ആ പഠിക്കാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ആ രൂപം ഒന്ന് പറയണമെന്നുള്ളൂ. इन्हीं कुछ कारणों से केवल किताबों कॉपियों की गंध से ही नहीं बाहर में बड़े गेट से 10-15 राजदूत स्कूल के कमरे तक रास्ते के दोनों ओर जहाँ अलीवर का जांड उगे थे उनकी गंध भी मन उदास कर दिया करती. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ എല്ലാ പുസ്തകങ്ങളും എല്ലാം പഠിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നും പോണില്ല എന്നുള്ള ആ മനസ്സുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ വീണ്ടും ഇവിടെ എടുത്തു പറയുകയാണ്. परंतु स्कूल 1-2 कारण से अच्छे भी लगने लगा था. मास्टर प्रथम चंद जब हम स्काउटिंग परेड करवाते थे लेफ्ट राइट की आवाज़ या मुँह में ली हिसल सो मार्च खड़ाया करते. फिर राइट टर्न या लेफ्ट टर्न या
अबाउट टर्न कहने पर छोटे छोटे बूटों की एड़ियों पर दाएं बाएं ये एकदम पीछे मुड़कर बूटों की टक टक करते आगे कर चलते तो लगता जैसे हम विद्यार्थी नहीं बहुत महत्वपूर्ण ആത്മീയ ഹോ ഫൗജി ജവാൻ. ഇതൊരു ചോദ്യത്തിലായിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അവർക്കൊരു മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ആത്മീയ അല്ലെങ്കിൽ ഒരു ഫൗജി ജവാൻ, അപ്പോൾ നമ്മളൊരു സൈനികരായിട്ടാണ് അവർക്ക് തോന്നുന്നത്. കാരണത്തിൽ സ്കൗട്ടിംഗ് പീരീഡിൽ ഇപ്പോൾ നമ്മൾ പറയും ഈ എന്താ പറയുക പരേഡിൻ്റെ ടൈമിൽ ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് ടേൺ റൈറ്റ് ടേൺ അല്ലേ അബൌട്ട് ടേൺ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഷൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ സൗണ്ടിൽ അതിങ്ങനെ ഓരോ കാലിൽ സ്റ്റെപ്പൊക്കെ എടുത്ത് വെക്കുമ്പോഴുള്ള ആ സൗണ്ടും അവരുടെ ആ ഡ്രസ്സും ആ ശൈലിയൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് എന്ന നിലയല്ല അവർക്ക് തോന്നുന്നത്. അതായത് വിദ്യാർത്ഥി പോലെ എന്നല്ല അവർക്ക് തോന്നുന്നത്, മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ആത്മീയ അതായത് ഒരു നല്ലൊരു സൈനികം പോലെയാണ് അവരുടെ മനസ്സിലത് തോന്നുന്നത്. दूसरे विश्व युद्ध का समय था परंतु हमारी नामा रिसायत का राजा अंग्रेज़ों ने 1923 में गिरफ्तार कर लिया था और तमिलनाडु में कोडाईकनाल में ये जंग शुरू होने से पहले उसका देहांत हो गया था. അതായത് ഇപ്പോൾ ലോകമഹായുദ്ധ ടൈമിലൊക്കെ 1923 അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ലോകമഹായുദ്ധ സമയത്താണെങ്കിൽ എപ്പോഴും യുദ്ധം എന്താ ഉണ്ടാവുക, ബോംബിടോ അങ്ങനെ ഇടോ എന്നൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ എന്താ ചെയ്യണം നോക്കുക. ഇവിടെ लोगों को फौज भी भर्ती करने के लिए जब कुछ अफसर आते तो उसके साथ कुछ नौटंकी वाले भी हुआ करते. वे रात को खुले मैदान में शामियाने लगाकर लोगों के फौज के सुख आराम बहादुरी के दृश्य दिखाकर आकर्षित किया करता. उनका एक गाना अभी भी याद है, कुछ मस्गरे अजीब दी वर्दियाँ पहने और अच्छे बड़े फौजी വീട്ട് പഹനെ ഗായ കത്തി. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞു ലോക മഹായുദ്ധകാലത്ത് അതായത് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ ആ ടൈമിലൊക്കെ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ സൈനികർ വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ മൈതാനത്ത് അവിടെ എന്ത് ചെയ്യും ഒരു ചെറിയ ടെൻറ്റൊക്കെ കിട്ടി അവിടെ താമസിക്കും. പക്ഷെ അവർക്ക് നല്ല സുഖമാണ്, കാരണം അവർ വെറുതെ കാവൽക്കാരെ പോലെ തന്നെ ഇരിക്കണേ, ആറാമായിട്ട് അവരവിടെ ഇരിക്കും. നല്ല ഭക്ഷണം സുഖമായിട്ടുള്ള വിശ്രമമാണ് അവർക്ക്. പിന്നെ അതുമാതിരി അപ്പോൾ അവരുമാതിരി തന്നെ ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് വിശ്രമിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ എല്ലാവർക്കും കാണുമ്പോൾ ഒരു എന്താ പറയുക അട്രാക്ഷനാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ അവരിയ്ക്കുന്ന ഇപ്പം നമുക്കറിയാം ടെൻറ്റ് കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരുടെ ഡ്രസ്സൊക്കെ ഒരു ശരിക്കും സൈനികരുടെ ഡ്രസ്സും കാര്യങ്ങളിട്ട് എല്ലാവരും ഇങ്ങനെ നല്ല രസമായിട്ട് പുറത്തൊക്കെ ഇരിക്കും. അവിടെയൊക്കെ കിടന്ന് നടക്കണ കാണുമ്പോൾ തോന്നാം എനിക്കും അങ്ങനെ ആയാലോ, അങ്ങനെ ജോയിൻ ചെയ്യാൻ ആർമിയിൽ അങ്ങനെ ഒരു മൈൻഡ് വരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇവർക്കൊരു പാട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ പാട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പതുക്കെ ആ പാട്ടൊക്കെ പാടി പഠിക്കുക കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ഇവിടെ പറയുന്നത് എന്താ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് മക്കൾ മാത്രം ഇവിടെയുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ ഇത് എന്താണെന്നൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ആക്കിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. मास्टर प्रीतम चंद्र को स्कूल के समय में कभी भी हमने मुस्कराते या हंसते न देखा था. उनका टिकना का दुबला पतला परंतु गड़िला शरीर, मादा के दांगे से बड़े चेहरा और बांसी तेज आंगे, काकी वर्दी चमड़े के चौड़े पंजों वाले बूट सभी कुछ ही भयभीत करने वाला हुआ करता. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പ്രഥം ചന്ദ്രൻ അതായത് PT മാസ്റ്ററിൻ്റെ രൂപത്തെക്കുറിച്ച് കുറച്ച് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഈ PT മാസ്റ്ററിൻ്റെ രൂപം എന്താ പറയുന്നത് വെച്ചാൽ ഉൻക ടിഗിന കന്ത് അതായത് അധികം ഹൈറ്റ് ഇല്ല, പിന്നെ അധികം എന്താ പറയുക കുറച്ചുകൂടി അങ്ങനെ തടി കുറഞ്ഞിട്ടുള്ള ശരീരമാണ് ആളുടെ. പിന്നെ അതുമാതിരി തന്നെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ചിക്കൻ ബോക്സൊക്കെ വന്നിട്ട് ഹോൾ പോലെ ആവില്ല. ഇപ്പോൾ ചിക്കൻ ബോക്സ് നമുക്കറിയാം, ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ മുഖത്തിൻ്റെ കളറുകൾ ആദ്യം പുളി പോലെ വരും, പിന്നെ അതൊക്കെ പോയിട്ട് ചിലർക്ക് അതങ്ങനെ കുത്തു പോലെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മുഖത്ത് കുത്തൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കണ്ണൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു തീവ്രമായിട്ടുള്ള ഒരു നോട്ടാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ കണ്ണുകളുടെ പ്രത്യേകത, പിന്നെ അവരെ കാക്കി ഡ്രസ്സ്, പിന്നെ അതുമാതിരി തന്നെ ബൂട്ട്, ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാവും എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരിക്കുക, അതായത് ഹെഡ് മാസ്റ്റർ എങ്ങനെയാണ്, PT മാസ്റ്റർ എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് പ്രഥം ചന്ദ്രൻ എന്ന മാസ്റ്ററിൻ്റെ PT മാസ്റ്ററിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വർണ്ണിക്കണേ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. मास्टर प्रथम चंद्र से हमारा डरना तो स्वाभाविक था, परंतु हम
उनकी नफरत भी करते थे, कारण तो उसके मारपीट था। हम सभी को वह दिन नहीं भूल गया जिस दिन वह हमें 14वीं श्रेणी में फारसी पढ़ाने लगे थे। हमें उर्दू का तो तीसरी श्रेणी तक अच्छा अभ्यास हो गया था, परंतु फारसी तो अंग्रेजी से भी मुश्किल थी। അതായത് മാസ്റ്റർ പ്രഥം ചന്ദ്രൻ്റെ നമുക്ക് സ്വഭാവം നമ്മൾ പറഞ്ഞു പേടിയാവുന്നു, പക്ഷേ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര ഉൾട്ട സ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ, ശാന്തശീലമായിട്ടുള്ള സ്വഭാവമാണ്. പക്ഷേ ഈ മാഷ് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 4ാം ക്ലാസ്സുകാർക്ക് ഫാർസി എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചു ഒരു ഡിക്റ്റേഷൻ എടുക്കാറ്. ഡിക്റ്റേഷൻ എടുത്ത കുട്ടികൾക്ക് സ്പെല്ലിങ്ങുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കുറേ പിള്ളേരോട് ചോദിച്ചു, 1-2 കുട്ടികൾ മാത്രമാണ് അതിന് ഉത്തരം പറഞ്ഞുള്ളൂ. ओके, परंतु केवल 2-3 ही लड़के थे जिन्हें आदिया कुछ अधिक शब्द रूप याद हो पाया. दूसरे दिन बारी बारी सबको सुनाने के लिए कहा तो एक भी लड़का न सुना पाया. तभी മാസ്റ്റർ ജി ഗുനാർ സബി ഖാൻ പക്കടം. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ആകെ 1-2 കുട്ടികൾ മാത്രമാണ് ഈ സ്പെല്ലിങ് പറഞ്ഞത്, മറ്റുള്ള കുട്ടികളൊക്കെ തെറ്റിച്ച് പറയും, ഒന്നും കിട്ടിയില്ല. ഈ നമ്മുടെ PT മാസ്റ്ററിനെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഉടനടി എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ കുട്ടികൾ ചെവി അങ്ങോട്ട് പിടിച്ചു. ഓക്കെ, അപ്പോൾ കാൻ എന്ന് പറയുന്നതാണ് ചെവി, ഖാൻ പക്കടോ, അങ്ങനെ ചെവിയെ പിടിച്ചു. हमने झुक कर टांगों के पीछे से बागे निकाल कर कान पकड़े तो वह गुस्से से चीखें फाड़ ऊंची करो. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഒരു ചെവി പിടിക്കാൻ മാത്രമാണ്, ചെവി പിടിച്ച് അങ്ങോട്ട് തിരുമ്പി. അപ്പോൾ पेट ऊंची करके कान पकड़ने से 3-4 मिनट में ही टांगों में जलन होने लगती थी. मेरे जैसे गमसोर तो टांगे के टकने से कान पकड़े हुए ही हिर पड़ते. അപ്പോൾ എന്ത് ചെയ്തു, 3-4 മിനിറ്റാണ് ഈ ചെവി പിടിച്ച് തിരുമ്പിയത്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമുക്കറിയാം കുട്ടികൾക്ക് വേദന വന്ന് സഹിക്കില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അതായത് ഉസ്കെ കുച്ച് സമയം പകലെ ശർമാജി സ്കൂൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞ എന്തെന്ന് ചെവി പിടിച്ച് മാഷി തിരുമ്പിയപ്പോൾ അതാര് വന്ന് കാണാനിടയായി നമുക്ക് നോക്കാം. ജബ് തക്ക് മേരി और हरबस की बारी आई तब तक हेडमास्टर शर्मा जी अपने दफ्तर में आ चुके थे. हम जब हमें सजा दी जा रही थी तो उसके कुछ समय पहले शर्मा जी स्कूल की पूरब की ओर बने सरकारी अस्पताल में डॉक्टर कबला से गए मिलने गए थे. അങ്ങനെ दफ्तर में के सामने की ओर चले आए. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ കുട്ടികൾ ചെവി തിരുമ്പി കഴിഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളായപ്പോൾ ഡോക്ടറെ കണ്ട് അതിനുള്ള ഔഷധിയൊക്കെ കൊടുത്തു. പക്ഷെ എന്തായി, നമ്മുടെ ഈ ഹെഡ് മാസ്റ്റർ അത് ഓൾറെഡി കണ്ടതല്ലേ. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചെങ്കിൽ शायद वह पगला अवसर था कि वह PT प्रथम चंद्र का उस बर्बरता को सहन न कर पाए बहुत ഉത്തേജിत हो गए थे. അദ്ദേഹത്തിൻ്റെ സഹനശക്തി നഷ്ടപ്പെട്ടു. കാരണം ഇത്രയ്ക്കും മോശമായിട്ട് ഈ കുട്ടികളെ ചെവി പിടിച്ച് തിരുമണം. അപ്പം ഭയങ്കര ബേജാറായി ആർക്ക്, ഹെഡ് മാസ്റ്റർക്ക്. കാരണം ഹെഡ് മാസ്റ്റർ അതുമാതിരി തന്നെ ഗൗരവമുള്ള ആളല്ലായിരുന്നു അല്ലേ, ശാന്തശീലനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബേജാറായി. അപ്പോൾ മാഷ് പറഞ്ഞു, ഹാറ്റ് ആർ യു ഡൂയിങ് ഇറ്റ് നോ ബേ ടു പണിഷ് ദ സ്റ്റുഡൻസ് 4th ക്ലാസ് അല്ലേ. അപ്പോൾ എന്തെന്ന് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് അറ്റ് വൺസ്. അതിന് അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടോ എന്നുള്ളത് അങ്ങനെ ആൾ തുറന്നടിച്ച് പറഞ്ഞ ആൾക്ക് ദേഷ്യം വന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ ഈ PT മാഷിനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. फिर जब प्रथम चंद्र कई दिन स्कूल नहीं आए तो यह बात सभी मास्टरों की जुबान पति की. हेडमास्टर शर्मा जी ने उन्हें मुअत्तल करके अपनी ओर से आदेश लिखकर मजदूरी के लिए हमारी सियात की राजधानी नाबाब भेज दिया गया. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് എന്താ പറയുക, അപ്പോൾ മാഷ് ഇല്ല. കാരണം എന്താ വെച്ചാൽ മാഷിനെ സസ്പെൻഡ് ചെയ്യുന്ന മാഷ് പോയി. അപ്പോൾ സ്കൂളിലേക്ക് കുറേ നാളായിട്ട് ഈ മാഷ് സ്കൂളിലേക്കൊന്നും വന്നില്ല. अब फिर कई सप्ताह तक PT मास्टर स्कूल नहीं आए. पता चला कि बासा में एक दुकान के ऊपर उन्होंने जो छोटी छोटी खिड़कियाँ वाला चौबारा किराए पर ले रखा था, वहीं आराम से रह रहे थे. कुछ 7वीं 8वीं के विद्यार्थी हमें बताया करते हैं कि उन्हें मुअत्तल होने की रति पर भी चिंता नहीं थी. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ
നമ്മുടെ ഈ പി ടി മാസ്റ്റർ കുറേ നാളായിട്ട് സ്കൂളിൽ വരാണ്ടായപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ കൂടി ചേർന്ന് അത് ഇപ്പം 4ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ മെയിൻ പാർട്സ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 8ഉം 7ഒക്കെ വേറെ ക്ലാസ്സിലുള്ള കുട്ടികൾ, അതായത് 7, 8ആം ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ട് കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് ഈ മാഷിന് കുറേ നാൾ വന്നില്ലല്ലോ, അപ്പോൾ ഒന്ന് ചെന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ട് മാഷിനെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഒരു മാഷിൻ്റെ വീട് എവിടെയെന്ന് പറയുന്ന ഒരു ദുക്കാനുണ്ട്. ദുക്കാനിൻ്റെ മേലെ, അതായത് ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് പോലെ, അപ്പോൾ അടിയിലൊക്കെ എന്തുണ്ടാവും, കടകളുണ്ടാവും, പിന്നെ മേലെ എന്തുണ്ടാവും, ഫ്ലാറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഫ്ലാറ്റ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ചോട്ടി കിട്ടിയാൽ വാല ചൗബര എന്ന് പറയുന്നത്, അതായത് റെൻറ്റിന് എടുത്തിരിക്കുകയാണ് വീട് അല്ലേ. റെൻറ്റിന് എടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഇപ്പോൾ വേറെ വല്ല സ്ഥലങ്ങളിലാണെങ്കിൽ കേരളത്തിൽ പോലെ തന്നെ ഒരു വീട് സെപ്പറേറ്റ്, അതുമാതിരി തന്നെ കോമ്പൗണ്ട് അങ്ങനെ അടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു 4-5 ഫ്ലാറ്റ് അല്ലെങ്കിൽ എത്രയോ ഫ്ലാറ്റുകൾ ഉണ്ടാവുന്നു ഓരോന്നിൻ്റെ മേലെ. അപ്പോൾ ചെറിയ റൂമുകളുണ്ടാവും, ഒരു ബെഡ്റൂം, ഹാള്, കിച്ചൺ അല്ലെ, ബാത്റൂം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ചെറിയ റൂമുകൾ, ഒരു ചെറിയൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ താമസിക്കാനുള്ള സ്ഥലങ്ങൾ പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ ജനലുകളെല്ലാം ഉള്ള വീടാണ് ആരുടെ, ഈ പി ടി മാസ്റ്ററുടെ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചെങ്കിൽ കുച്ച് 7वीं 8वीं की विद्यार्थी हमें बताया करते कि उन्हें मुअत्तल होने की रहती पर भी चिंता नहीं थी. पहले की तरह हारम पिंजरे में रखे तो तोते को दिन में कई बार भिगोकर रखे बादामी की गिरियों की छिलका उतारकर उन्हें खिलाते, उनसे बातें करते रहते हैं. അപ്പോൾ ഇവിടെ ഇവർ നോക്കിയപ്പോൾ ജനലുള്ളിൽ കൂടെയൊക്കെ ഇവർ നോക്കിയപ്പോൾ ഇവർ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോത്തേനെ, അതായത് നമ്മുടെ ഒരു പാരറ്റിനെ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിന് തിന്നാനായിട്ട് കൊടുക്കുന്ന മാഷിനെയാണ് അവർ കണ്ടത്. मेरे साथ उनके चौबरे में गए थे कि लड़की पीटी साहब के आदेश पर उनके घर के काम करने जाया करते, परंतु हमारे लिए चमत्कार की था जो प्रथम चंद्र बिल्ला मारकर हमारी चमड़ी तक उधेड़ देते. वह अपने तोतों से मीठी बातें कैसे कर लेते थे. क्या तोते को उनकी दहकती बुरी आंखों से भय न लगता था. അപ്പോൾ ഈ കുട്ടികളൊക്കെ നോക്കുമ്പോൾ കണ്ടത് എന്താണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഈ മാഷ് എന്ത് ചെയ്യാണ്, നമ്മുടെ തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു, തീറ്റ കൊടുക്കാമായിരുന്നു. അത് മാത്രമല്ല മീട്ടി പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്, മധുരമായിട്ട് കൊഞ്ചി തത്തേനെ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര അതിശയമായി തോന്നി. അപ്പോൾ മാഷിനെ നമ്മൾ പറയുന്നത് എന്താ, മാഷിൻ്റെ ഒരു ഭാഗം, അതായത് മാഷ് സ്കൂളിൽ വരുമ്പോഴുള്ള ഗൗരവപരമായിട്ടുള്ളൊരു ഫേസാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു മുഖം കൂടി ഉണ്ട് അല്ലേ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അത് കാരണം കൊണ്ടല്ലേ തത്തയോടൊക്കെ നല്ല കൊഞ്ചി വർത്താനം പറയാനും അതിന് തിന്നാനും കൊടുക്കാനുമായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 2 ഫേസ് ഉണ്ടെന്ന് അവർക്ക് ഇവിടെ മനസ്സിലായി. ഹമാരി സമഞ്ച് മേ ഐസി ബാത്തേൻ തബ് നഹീ ആ പാത്തി തീ ബസ് ഏക് തരഫ് ഇനിയും അലൗകിക ഹി മാറ്റത്തെ. അപ്പോഴാണ് ലേഖകന് മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു മുഖം കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഒരു വിധത്തിലാക്കിയിട്ട് നമുക്കിത് കുറച്ചുകൂടി കുറേ എല്ലാം വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധമൊക്കെ വായിച്ച് നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് വൈകുന്നേരമായിട്ട് വായിച്ച കാരണം ചിലപ്പോൾ വായിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കാണ്ട് നോക്കി നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇത്രയും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കഥയൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ആക്കിയ പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളത് വായിച്ച് നല്ല പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എക്സാമിനൊക്കെ നല്ല എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കുറേ പേരും ചെയ്യില്ല. അങ്ങനെ വിടരുത്. നല്ല ആത്മാർത്ഥതയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.